ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ നമ്മുടെ ഓണത്തിന് ശേഷം ഉള്ള ചില കാഴ്ചകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വ്ളോഗ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടു, ഒത്തിരി പേർക്ക് ഇഷ്ടമായി എന്നൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയിട്ട് ജസ്റ്റ് കണ്ടു നോക്കൂട്ടോ. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓണത്തിന് ശേഷമുള്ള ഒരു 2-3 ദിവസത്തെ കുറച്ച് നമ്മുടെ കിച്ചണിലെ കാഴ്ചകളും വീട്ടിലെ കാഴ്ചകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണിത്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നും മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺഡേ ആണ്. ഇന്ന് മൊമ്മാസ് കിച്ചണിൽ നടക്കുന്നത് പതിവ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നല്ല മഴയാണ്. ദേ ഇവിടെ പുറത്തൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല മഴയാണ്. എന്താണെന്നറിയില്ല ഇങ്ങനെ മഴ പെയ്യുന്നത്. കാലാവസ്ഥയിൽ പെട്ടെന്ന് ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇത്രയും ദിവസം നല്ല വെയിലായിരുന്നു, ഇപ്പോൾ വീണ്ടും മഴയായി. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും വെയിലാവുമായിരിക്കും എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് അവിടെ മഴയൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടൂ കേട്ടോ. അപ്പം ഇന്ന് അമ്മ ഇവിടെ കിച്ചണിൽ ചെയ്യാൻ പോകുന്ന ഒരു വെരി സ്പെഷ്യൽ ഒരു ഡിഷാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആ ഡിഷ് കഴിക്കാൻ പോകുന്നത്. ഇതുവരെ ഞാൻ ആ സംഭവം കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേര് കേട്ട് ഞാനൊരു ദിവസം അമ്മയുടെ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് അമ്മ ഇത് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത്. പിന്നെ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഈ ഒരു ഐറ്റം വെച്ചിട്ടുള്ള ഡിഷ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം നമുക്ക് എന്തായാലും ആ ഡിഷിലേക്ക് വേഗം തന്നെ കടക്കാം. എന്താണെന്ന് അത് പറയുന്നില്ല, അത് സസ്പെൻസ് ആയിട്ടിരിക്കുന്നത്. അതിനു മുമ്പ് ദേ കിച്ചണിലിരിക്കുന്ന 1-2 കറികളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ദേ വടുകപ്പുളിയൻ നാരങ്ങ. ഓ എന്ത് രുചിയുള്ള നാരങ്ങാക്കറിയാന്നറിയത്. ഭയങ്കര ടേസ്റ്റാണ്. ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിലങ്ങനെ ഇരിക്കാറേ ഇല്ല, അത്രയും ബ്യൂട്ടിഫുൾ ടേസ്റ്റാണ്. ഇത് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം നിങ്ങളിത് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര നഷ്ടമായി പോകും. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ്. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പിന്നെയും ഉണ്ടാകും. അത്രയും രുചിയായിട്ടുള്ളൊരു സാധനമാണ് വടുകപ്പുളിയൻ നാരങ്ങ വറുത്തരച്ചത്. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഇപ്പുറത്ത് വേറെ ഒരു കറി ഇരിപ്പുണ്ട്. ഓ ഇടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തിരിക്കുന്ന കറി എന്ന് പറയുന്നത് നല്ല ചാള വറുത്തതൊക്കെ കണ്ട കാലം മറന്നു. ഈ ഒരു സീസണിൽ മീനൊക്കെ വളരെ കുറവായത് കാരണം നമുക്ക് കിട്ടുന്ന മീനൊക്കെ കൊണ്ട് നമ്മളങ്ങനെ കറി വെച്ചും വറുത്തും ഒക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ചാള വറുത്തത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഒരു നൊസ്റ്റാൾജിക് സ്മെല്ല് ചാള വറുത്തതിൻ്റെ. ഡിഷ കാളൻ ആസ് യൂഷ്വൽ നമ്മൾ സ്ഥിരം ഓണത്തിനൊക്കെ കണ്ടതല്ലേ, ആസ് യൂഷ്വൽ കറിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിവിടെ രാവിലെ റെഡിയായിരിക്കുന്ന കറികൾ. ഇതൊക്കെയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അതാണ് മൊമ്മാസ് ഗ്യാസ് സ്റ്റൗ. ഇപ്പോൾ ഒഴിഞ്ഞിടക്കുകയാണ്. ഇപ്പം തന്നെ ഇതിലേക്ക് പാത്രങ്ങളൊക്കെ വരും കേട്ടോ. എന്താണെന്ന് കാണിച്ചു തരാവേ. ഒരു തട്ടിക്കൂട്ട് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് അമ്മ. രാവിലെ ഇടയ്ക്ക് എനിക്കിങ്ങനെ സൺഡേ ദിവസം പ്രത്യേകിച്ചു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്ക് ഇങ്ങനെ ഓംലെറ്റ്, അതുപോലെ ബ്രെഡ് ഓംലെറ്റ്, പിന്നെ ബോംബെ ടോസ്റ്റ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെ ചിലപ്പോൾ കഴിക്കാൻ തോന്നും. ഇന്നിപ്പോൾ കഴിക്കാൻ തോന്നിയത് ബ്രെഡ് ഓംലെറ്റാണ്. ബ്രെഡ് സാൻഡ്വിച്ചായിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കില്ല, അത് തന്നെ അതെ ഈ സാധനം തന്നെ. അപ്പോൾ അത് അമ്മ രാവിലെ ഉണ്ടാക്കി തന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ഹാപ്പി ആയിട്ടോ. മഴയത്തിപ്പോൾ വേറെ എന്താ ചെയ്യാല്ലേ, അതുകൊണ്ട് ദേ ഫോണൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. രാവിലെ ഇന്ന് ഊണ് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ചോറും കറികളൊക്കെ തന്നെയായിരുന്നു. അതെപ്പോഴും ഇങ്ങനെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് പിന്നെയും കാണിക്കാതിരുന്നത്. ചോറും നമ്മുടെ നാരങ്ങ വറുത്തരച്ചതും ചെമ്മീൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ലഞ്ചൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി. മഴ ഇതുവരെ തോർന്നിട്ടില്ല, നല്ല മഴയാണ് ഇവിടെ. അപ്പോൾ നല്ല മഴയും നല്ല തണുപ്പൊക്കെ ആയത് കാരണം അമ്മ ഒരു സ്പെഷ്യൽ സാധനം ഇന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കിപ്പോൾ കാണാം കേട്ടോ. അപ്പോൾ അതൊരു അടിപൊളി ഡിഷാണ്. രാവിലെ ചെറിയൊരു സൂചന ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, എന്താണെന്ന് പറയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും വൈകുന്നേരമായി. ഇപ്പോൾ ഇനി അത് ഉണ്ടാക്കാൻ കഴിക്കേണ്ട സമയമായി. ഇനിയിപ്പോൾ സസ്പെൻസ് പൊട്ടിക്കാനായിട്ട് ഇനി അധികം ടൈമൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് കാണാം കേട്ടോ. സൂപ്പറാണ്. എനിക്കിപ്പോഴേ കൊതിയായി തുടങ്ങി. അടിപൊളി ഡിഷാണ് കേട്ടോ. നമുക്ക് എന്തായാലും കാണാം.
അമ്മ എന്തൊക്കെയാ പരിപാടികൾ? നമ്മുടെ ആട്ടുവെളിച്ചെണ്ണയൊക്കെ തീർന്ന് പാക്കറ്റിൽ വെളിച്ചെണ്ണ മേടിച്ചതാണ്, കേര വെളിച്ചെണ്ണ. അപ്പം അത് കുപ്പിയിലേക്ക് പകർത്തുവാണ്. 1 ലിറ്ററാണിത്. അപ്പം ഞാൻ കുപ്പിയിൽ പകർത്തുമ്പോൾ എപ്പോഴും ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഒരു പാത്രം വെച്ചാൽ കുപ്പി വെക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ലീക്ക് നമ്മുടെ ഈ പാക്കറ്റിൽ നിന്ന് ഒഴിക്കുമ്പോൾ പറ്റിക്കഴിഞ്ഞാൽ ചെരുവത്തിലേക്ക് വീണോളും. അതിന് വേണ്ടി ഇങ്ങനെ ചെയ്യണം. എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ ഒന്ന് കൈ ഇത്രയും ഉള്ളത് കൊണ്ട് കൈ ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ പോകും. അത് കാരണം അത് ചെയ്യാൻ വേണ്ടി ചെയ്ത ട്രിക്കാണ്, ടെക്നിക്കാണ്. അതൊക്കെ അടുക്കളയിൽ ചെറിയ ചെറിയ ടെക്നിക്കുകളാണ്. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. നമ്മളിത് ഈ സ്പൂണിന് കൂമ്പന് ഒരു 3 സ്പൂൺ കടലമാവ്. ഇനി നമുക്ക് ഉപ്പ്, സ്വല്പം വെള്ളം, മുളക് പൊടി ഒക്കെ ചേർത്തത് ഒരു ഡൈല്യൂട്ട് ഫോമിലാക്കണം. ഉപ്പ് അത് മതിയാവും. മക്കളായതുകൊണ്ട് പിന്നെ നമുക്ക് സ്വല്പം മുളക് പൊടി, അത് സ്വല്പം ഒരു കളറിനും ഒരു എരിവിനും ഒക്കെ ആയിട്ട് മുളക് പൊടി കുറച്ച് മതി, ഒരു പിഞ്ച്. ഇച്ചിരി മഞ്ഞപ്പൊടിയും ചേർക്കാം കേട്ടോ. ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇടാം. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊന്നും ഇന്ന അളവൊന്നും ഇതിനില്ല. കാരണം അതൊക്കെ ഓരോരുത്തർക്ക് അതിൻ്റെതായ രീതിയിലല്ലേ അതെ, ഇഷ്ടത്തിനനുസരിച്ച്. മഞ്ഞൾപ്പൊടി ആട്ടോ ഇട്ടതാ, മഞ്ഞൾപ്പൊടി. പിന്നെ വേറൊരു സംഭവം കൂടെ ഇട്ടേച്ച് വെള്ളം ചേർത്താൽ മതി. ഒരു നുള്ള് എള്ള വേണം. അതെ, ഒരു നുള്ള് മതി. ഇത് മതി. ഇനി വെള്ളം ഒഴിക്കണം. വെള്ളം ശരിക്കും നോക്കി തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ മാവ് കുറച്ചുകൂടെ ചേർക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഡൈല്യൂട്ടായിപ്പോയി. ഒന്നാമത് മുട്ട കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കണത് ഇന്ന്. അപ്പം അത് മുട്ടയിലധികം പിടിക്കൂലല്ലോ. മറ്റുള്ള സംഗതികളാകുമ്പോൾ പിടിച്ച് കിട്ടും. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ പിന്നെ വേറെ മാവ് ചേർത്ത് മിക്സ് ചെയ്യേണ്ടി വരും. അപ്പം അത് ശരിയാവില്ല, വ്യത്യാസം വരും. നോക്കാം, എന്നിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ഒഴിക്കുവാണേ. അതിങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, നമുക്ക് നോക്കാം. ഇച്ചിരിച്ച് ഒഴിച്ച് നോക്കാം അല്ലേ. രണ്ടും മതിയെന്ന് തോന്നണം. ഇത് മതി കറക്റ്റാ അല്ലേ. ഇനി എന്നാ കട്ടയൊക്കെ ഞാൻ ഈ സ്പൂൺ കൊണ്ട് ഒന്ന് ശരിയാക്കട്ടെ കേട്ടോ. ഈ നേർപ്പിച്ചെടുക്കട്ടെ കേട്ടോ. കട്ട കെട്ടിയിരുന്നാൽ കൊള്ളൂല. മാവ് ശരിക്ക് മിക്സായി കിട്ടണം. ഇച്ചിരി ആകുമ്പോൾ പിന്നെ വിസ്കൊന്നും കൊണ്ട് കാണിക്കേണ്ട കാര്യമില്ല. അത്രയും വിസ്കിൽ തൊടാൻ മാത്രം ഇല്ല ഇത്. ഞാനൊരു 2 എഗ്ഗ് കൊണ്ട് ബജിയാണ് തയ്യാറാക്കണം. ഇത് മതിയാവൂലോ? മതി. ഉപ്പൊന്ന് നോക്കട്ടെ, മാവിൻ്റെ ഉപ്പ് നോക്കിയിട്ട് എനിക്ക് ഒരു സംശയം. നോക്കി ഒക്കെ കഴിഞ്ഞ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പരിപാടി ചെയ്യാം. കറക്റ്റാ അല്ലേ? കറക്റ്റാ. മുട്ട സ്ലൈസ് ചെയ്തു. അത് ഫുള്ളായിട്ടിട്ട് അതിലേക്കൊന്നും പിടിക്കൂലല്ലോ, മുട്ടയായതുകൊണ്ട്. അതുകൊണ്ട് അതേ ചുമ്മാ ഒന്നുമില്ലതേ. ഇത് വളരെ ഈസിയാണ്. വളരെ ഈസിയാണ്. ഈ തണുപ്പത്തൊക്കെ കഴിക്കാൻ നല്ലതല്ലേ. ചായയും മുട്ട ബജിയും. അതെ, ഇന്ന് അതാണ് അല്ലേ ഇന്നത്തെ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണയിലേക്ക് വെച്ചാലോ? വെക്കാം. ആദ്യം നമുക്ക് മലർത്തി വെക്കാം കേട്ടോ. അല്ല, ഇങ്ങനെ അത് തന്നെ മലർത്തി വെക്കാം. അത് കഴിഞ്ഞിട്ട് തിരിച്ചിടാം. ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. കവർ ചെയ്തോ. ഇനി വെളിച്ചെണ്ണയിലേക്ക് രണ്ടെണ്ണം എടുത്തിട്ട് രണ്ടെണ്ണം ഇടാം നമുക്ക്. എന്നുവെച്ചാൽ ഒട്ടിപ്പിടിച്ച് പോയാൽ പിന്നെ അത് ശരിയാവൂലല്ലോ. മറിച്ചിട്ടു. ഇതധികം വേവില്ല, വേവിച്ച് ഓൾറെഡി വെച്ചിരിക്കുന്നതല്ലേ. കവറിങ് മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഞാനൊന്ന് നോക്കട്ടെ, മറുഭാഗം ഒന്ന് നോക്കട്ടെ കേട്ടോ. മറിച്ച് ഇച്ചിരി ആകണം. ഇടയ്ക്കൊന്ന് മറിച്ചിടണം. ഒരു വശം ഒരുവിധം മൂപ്പായിന്ന് തോന്നുമ്പോൾ നമ്മൾ മറിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് എപ്പോഴും അതിൽ കിടന്നൊക്കെ ഒന്ന് പൊട്ടണമുണ്ട്. അതപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് അടുത്തധികം നിൽക്കാതിരിക്കുക. നല്ല എണ്ണയെല്ലാം പുറത്തേക്ക് തെറിച്ച് കഴിഞ്ഞാലേ മുഖത്തേക്കും ഒക്കെ
ഇതാവൂലേ? ആ കവറിന് ഇച്ചിരൂടെ വേണം, ഇച്ചിരൂടെ മുരിഞ്ഞോട്ടെ. ഞാൻ ചെറിയ ചീനിച്ചട്ടി ആയതുകൊണ്ടും പിന്നെ മുട്ടയുടെ ഇതായതുകൊണ്ട് ഞാൻ ഈ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മുട്ട രണ്ടാക്കി സ്ലൈസ് ചെയ്തിട്ടാട്ടോ ആദ്യം ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിച്ച് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ച് പോകും. പിന്നെ ചട്ടി ചെറുതല്ലേ, അതുകൊണ്ടാണ്. അപ്പം രണ്ടായിട്ട് എടുക്കാമെന്ന് ഓർത്താൽ. പിന്നെ അധികം ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണയൊക്കെ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. ശരിക്കും ഈ എണ്ണ പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കളയുക ചെയ്യണത്. അപ്പം പിന്നെ കുറച്ച് എണ്ണ ഇട്ടാണ്. ഇത് മതി, ഇത് മതി. അല്ലെങ്കിൽ പിന്നെ കരിയം പോലെ ആവൂല്ലേ? പോരെ, മതി. വളരെ എളുപ്പത്തിൽ ഈ മഴയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പെയ്യുമ്പോൾ ചായക്ക് കടിയായിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്ക് അല്ലേ? ഇതുപോലെ തന്നെ നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാം, വഴുതനങ്ങ, പിന്നെ ബജി മുളകില്ലേ, മുളക് ബജി, ഇതൊക്കെ ചെയ്യാം നമുക്ക്. അപ്പം ഞങ്ങളിപ്പോൾ മുട്ട ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് കടലമാവൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ വൈകിട്ടത്തേക്ക് ഒന്ന് കുറച്ച് മഴയുണ്ടല്ലോ എന്നോർത്ത് പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇത് ചെയ്യാമെന്ന്. പിന്നെ ഞങ്ങൾ ഓണത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ തീർക്കും. അപ്പം ലൈറ്റായിട്ടുള്ള ഐറ്റംസാണ് അപ്പം കഴിക്കണത്. ഇതിപ്പോ സെക്കൻഡ് ട്രിപ്പാണ് കോരുന്നത് കേട്ടോ. 2 മുട്ട എടുത്തോളൂ, 4 പീസ്. 4 പീസ് ഉള്ളൂ അല്ലേ? 4 പീസ് ഉള്ളൂ. ഇത് മതി, ഞങ്ങൾക്ക് ഒരേ പീസ് മതി. എന്ന് വെച്ചാൽ മുട്ടയായതുകൊണ്ട് അധികം ഞങ്ങൾ കഴിക്കാറില്ലല്ലോ അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓണത്തിനൊക്കെ പല പല പായസങ്ങൾ പലതരമൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അധികം ഇത് വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്കൊരു പട അങ്ങെടുക്കാം. അതെ. അപ്പൊ ഇതാണ് നമ്മുടെ മുട്ട ബജി. ഇപ്പൊ സസ്പെൻസ് ഒക്കെ പൊളിഞ്ഞില്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. മഴയത്തൊക്കെ നല്ല കറമുറാന്ന് കഴിക്കാൻ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. പല വീടുകളിലും ചെയ്യണതാ ഇത്. അതെ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളിന്ന് ഇതാണ് ചെയ്തത് അല്ലേ, വൈകിട്ട് ചായക്ക് തയ്യാറാക്കിയേക്കണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. ടേസ്റ്റും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കൂട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബായ്. അപ്പോഴേക്കും ഇത് കഴിക്കട്ടെ കേട്ടോ. ചൂടാറിയാൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. ചൂടോട് കൂടി ഇത് കഴിക്കണം കേട്ടോ. അതെ. പഴംപൊരിയൊക്കെ കഴിക്കുന്ന പോലെ ചൂട് വേണം ഇതിന്. എന്നാ അങ്ങനെ നമ്മുടെ ചായ റെഡിയായി കേട്ടോ. ഞാൻ ഒഴിക്കുവാണേ. ഒരെണ്ണം എൻ്റെ എടുത്തും വരാം. ചൂട് ചായ, ആവി പറക്കണ ചായ അല്ലേ?